വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതികളായ അമ്മയെയും മക്കളെയും പോലീസ് തിരയുന്നു. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിനിയായ ദീപ, ഇവരുടെ മക്കളായ അഖില എന്നിവരെയാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് ആലപ്പുഴ ജില്ലയിലെ മാമ്പുഴക്കരി സ്വദേശിനിയായ കൃഷ്ണമ്മയെ, ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്, ഇവരെ വീടിനുള്ളിൽ കെട്ടിയിട്ടതിന് ശേഷം കവർച്ച നടത്തിയത്. 3.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 36,000 രൂപയും മറ്റു വീട്ടുപകരണങ്ങളുമാണ് മോഷണം പോയത്. ഈ വീട്ടുടമസ്ഥയായ കൃഷ്ണമ്മ ഹോം നേഴ്സായി ജോലിക്ക് പോകുന്ന സ്ത്രീയാണ്. അങ്ങനെ ജോലിക്ക് പോയ സമയത്ത് ആലപ്പുഴയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഈ കേസിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ദീപയും ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ കൃഷ്ണമ്മ ഈ ദീപയെ തൻ്റെ വീട്ടിലേക്ക്, മാമ്പുഴക്കരയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ദീപ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മാമ്പുഴക്കരയിലെ വീട്ടിൽ കൃഷ്ണമ്മയ്ക്കൊപ്പമാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ താമസിച്ചു വരുന്നതിനിടയിലാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ ഈ വീട്ടിൽ കവർച്ച നടക്കുന്നത്. കവർച്ചയ്ക്ക് പിന്നാലെ കൃഷ്ണമ്മയ്ക്കൊപ്പം താമസിച്ചു കൊണ്ടിരുന്ന ദീപയെ കാണാതാവുകയായിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ പോലീസ് പറഞ്ഞതാണ്, ഈ കവർച്ചയ്ക്ക് പിന്നിൽ ദീപയാണ് എന്നുള്ളത് പോലീസ് പറഞ്ഞതാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ രാജേഷ് മണികണ്ഠൻ എന്ന 36 വയസ്സുകാരനെയാണ് രാമങ്കരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദീപ വിളിച്ചതനുസരിച്ചാണ് താനും ദീപയുടെ മക്കളായ അഖിലും ഇവിടേക്ക് എത്തിയതും കവർച്ച നടത്തിയതും എന്നുമാണ് ഇപ്പോൾ രാജേഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കവർച്ച നടത്തിയ ദിവസം ബുധനാഴ്ച ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി തന്നെ ദീപയുടെ മകളായ അഖില ഈ വീട്ടിൽ കയറിക്കൂടിയിരുന്നു. അത് ആ വീട്ടുടമയായ കൃഷ്ണമ്മയെ അറിയുന്നില്ല. പിന്നീട് രാത്രി 1 മണിയോടുകൂടിയാണ് രാജേഷും ദീപയുടെ മകനായ അഖിലും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. കൃഷ്ണമ്മയെ കെട്ടിയിട്ടതിന് ശേഷം കവർച്ച നടത്തുകയുമായിരുന്നു. അതിനു പിന്നാലെ 4 പ്രതികളും ആ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയും ചെയ്തു. ദീപയും അവരുടെ മക്കളായ അഖിലും ഒപ്പം ഈ രാജേഷ് മണികണ്ഠനും കടന്നു കളയുകയുമായിരുന്നു. രാജേഷ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇത്തരത്തിലാണ്. കവർച്ചയ്ക്ക് ശേഷം ദീപയുടെ മകൻ ദീപയെയും സഹോദരിയെയും ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ എത്തിക്കുകയായിരുന്നു. അവിടുന്ന് അവർ KSRTC ബസ്സിൽ കയറി ദീപയും മകളും തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഇതിന് പിന്നാലെ രാജേഷും ദീപയുടെ മകനായ അഖിലും ഇരുചക്ര വാഹനത്തിലാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ കേസിൽ പ്രതിയായ രാജേഷിനെ മാത്രമാണ് പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി 3 പ്രതികൾ, അതായത് ഈ വയോധികയ്ക്കൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്ന ദീപയും ഇവരുടെ മക്കളായ അഖിലും ഒളിവിൽ തന്നെയാണ്. ഇവരെ കണ്ടെത്താൻ രാമങ്കരി പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളെ ജോലിക്കൊക്കെ പോണതാണ്. അപ്പോൾ ഇവരും അങ്ങനെ പോകുന്നതെന്ന് ഓർത്താണ് ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെടുന്ന ഹോം നേഴ്സായിട്ട്. അപ്പം വീടുകളിലല്ലോ ഓരോ ഹോസ്പിറ്റലിൽ 10 ദിവസം 5 ദിവസമൊക്കെ നിൽക്കാൻ. അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ പൊക്കോളാം, ഞാനും കൂടെ. അപ്പോൾ എൻ്റെ വീട്ടിലാരും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ആരെങ്കിലും വിളിക്കുമ്പോൾ പോകാം, ഞാൻ ഏർപ്പാടാക്കി തരാമെന്നും പറഞ്ഞ് വിളിച്ചു വന്നാൽ ഒരു 4 മാസത്തെ പരിചയമുള്ളൂ. അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞ ബുധനാഴ്ച ഇവരോട് വരുന്നത്. ബുധനാഴ്ച ഇവിടെ വന്നിട്ട് ഇന്നലെ വെളുപ്പിനെയാണ് ഇന്നാണ് ഞാൻ അറിയുന്നത് ഇവരുടെ ആൾക്കാരാ വന്നതെന്ന്. അകത്ത് കയറി എന്താ സംഭവിച്ചെന്തായിരുന്നു? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് 2 ആണുങ്ങൾ വന്ന് എന്നെ ഉരുട്ടിക്കൂട്ടി പിടിച്ച് വായും മൂക്കെല്ലാം പൊത്തിപ്പിടിച്ച് കയ്യും കാലും കെട്ടിയിട്ടിട്ട് എൻ്റെ അലമാരി തുറന്നു. ആ അലമാരിക്കകത്തുണ്ടായിരുന്ന സ്വർണ്ണങ്ങളും രൂപയും വസ്ത്രങ്ങളും എല്ലാ സാധനങ്ങളും പാത്രം ഇതെല്ലാം പെറുക്കി കെട്ടിക്കൊണ്ട് അത്രയും സമയവും എന്നെ അവർ ഞെക്കി പിടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്ന് അലറാൻ പോലും എനിക്ക് പറ്റിയില്ല. ഇതാണ് സംഭവിച്ചത്. ഈ സ്ത്രീയുടെ അവർ വിളിച്ചു വരുത്തിയ ആളുകളാണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പം പോലീസുകാർ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവളുടെ മോളും അവളുടെ മോനും അവളുടെ ഒരു സുഹൃത്തുമായിരുന്നു ഇവിടെ വന്നതെന്ന്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ ആയുസ് നമുക്ക് നഷ്ടപ്പെട്ട എന്തൊക്കെയാണ്? 3.5 പവൻ സ്വർണ്ണമുണ്ട്, പിന്നെ എൻ്റെ പാത്രങ്ങൾ, ഓട്ടുപാത്രം, കുക്കർ, ഒട്ടുകടം, ഓട്ടുരുളി, പിന്നെ 36,000 രൂപ, കുറേ തുണികൾ, എൻ്റെ കൊടുക്കേണ്ട നല്ല വസ്ത്രങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. സോപ്പ് വരെ, പാത്രം കഴിയുന്ന സോപ്പ് വരെ എടുത്തുകൊണ്ട് പോയി. ഇതെല്ലാം ഇങ്ങനെ ഒന്നിച്ച് ആ മാസത്തിൽ മേടിച്ച് വെക്കുന്ന മോൻ പൈസ തരുമ്പോൾ ഇതെല്ലാം എടുത്ത് കെട്ടിപ്പറക്കി പോയി. അവർ പോയതിന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ തന്നെ അവർ പിടിച്ച് താഴെ കിടത്തി. എനിക്കൊന്നും ചെയ്യാൻ പറ്റും. ഇതെല്ലാം എടുത്തുകൊണ്ട് അവർ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അവരിട്ടിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ എഴുന്നേക്കാൻ എനിക്ക് പറ്റിയത്. അത് ഞാൻ ഉറക്കത്തിലല്ലേ, ആരാടാന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരികയോ ഒറ്റയടി അടിച്ചോടുകൂടി എൻ്റെ ബോധം പോയി. ഞാൻ വീണ്ടും ഓട്ടം കിടന്നു. അപ്പോൾ അടുത്ത് തന്നെ അവർ വായും മൂക്കുമെല്ലാം കുത്തിപ്പിടിച്ച് എൻ്റെ കാല് കെട്ടിയിട്ട്, കാല് കണ്ടോ, എൻ്റെ കാല് കെട്ടിയിട്ടിട്ടും ആരോഗ്യമുള്ള ഒരു പയ്യനായിരുന്നു. അവനിങ്ങനെ നെഞ്ചത്തോട്ട് കാലമർത്തി പിടിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു.
ഈ സ്ത്രീ തിരുവനന്തപുരം സ്വദേശിനിയാണല്ലേ? ആണ്. തിരുവനന്തപുരം എന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. പിന്നെ രണ്ടാമതെയാണ് ബാലരൂപത്തുള്ള അന്ന് പോലീസുകാർ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. ഇവരെ അമ്മയ്ക്ക് 4 മാസം കൊണ്ടേ അറിയാം. ഇവരുടെ സ്വഭാവം ഇവരുടെ ഇടപെടലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്? എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നോട് ചേച്ചിക്ക് ഞാൻ നോക്കാം ചേച്ചി, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ എന്നോട് പറയായിരുന്നു. എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം ഞാനും വിചാരിച്ചു ഇവളിവിടെ നിൽക്കട്ടെ എന്ന്. അപ്പം വീട്ടിലോട്ട് പോയാൽ മതിയല്ലോ, എവിടെയെങ്കിലും പണിയുണ്ടെങ്കിൽ പണിക്ക് പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വിളിക്കുമ്പോൾ നീ വയ്ക്കുമോ? അതുപോലെ അതിലും സ്നേഹമായിരുന്നു എനിക്ക് അവളെ. എൻ്റെ കൂടെ അന്ന് എൻ്റെ സപ്ലക്കോയി ഞങ്ങൾ എന്നും കൂടെ പോയി പണയം വെച്ചിട്ട് സപ്ലക്കോയി പോയതും സാധനം വാങ്ങിയതും മിത്രക്കല്ല അനിയത്തിക്ക് കൊടുത്തതും എല്ലാം. ഇവിടെ ഈ ഇത്രയും സ്വർണവും പണവും ഒക്കെ ഉണ്ടെന്നുള്ളത് ഇവർക്ക് അറിയായിരുന്നു? അവൾക്കറിയാം. ഞാൻ അവളെൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. ഞാൻ അവളോടെല്ലാം പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ വള കിടന്നപ്പോൾ അവളിനോട് ചോദിച്ചു ഇതെന്തും വേണ്ടമുണ്ടോ? ഞാൻ പറഞ്ഞു അതൊരു പവനാണ്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഞാനിതെല്ലാം ഊരി വെക്കും. അത് അവൾക്കറിയായിരുന്നു. അങ്ങനെ അറിയാം. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രി 2 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 3 ആളുകളാണ് ഇവിടേക്ക് ഈ സ്ത്രീയെ കൂടാതെ എത്തിയത്. അവരെങ്ങനെയാണ് വീടിനകത്ത് കയറിയത്? അടുക്കള വശത്തൂടെ. അടുക്കള വശത്ത് മേളത്തെ കഥക് ഞാൻ നോക്കുമ്പോൾ ഒരെണ്ണം പൊട്ടിക്കിടക്കുമായിരുന്നു. പിന്നെ അപ്പം ഇന്ന് കൊണ്ടുവന്ന തെളിയെടുത്തവൻ പറഞ്ഞ് ദീപ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഈ സ്ത്രീയുടെ പേരെന്താ പറയുന്നത്? ദീപ എന്നാണ് അവിടെ പേര്. എന്നോട് പറഞ്ഞ് കലയെന്നാ. 2 പേരുണ്ട് അവക്ക്. ഈ ദീപ എന്ന് പറയുന്ന ആ സ്ത്രീ, അങ്ങനെയാണ് ഇപ്പൊ പേര് പറഞ്ഞത്, ആ സ്ത്രീ വിളിച്ചു വരുത്തിയതാണെന്നാണോ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്ന വ്യക്തി പറയുന്നത്? വിളിച്ചു വരുത്തിയ അവരുടെ ഒരു ചെറിയ സുഹൃത്താണ്, ബന്ധു ആരാന്ന്. അവളുടെ മോളെയും മോനെയും ഇവനെയും ഇവള് വിളിച്ചു വരുത്തിയതാ. ഇവര് 3 രാത്രി അന്ന് വന്നത്. ഇവര് തന്നെ പുറകിലത്തെ വാതിൽ തുറന്നു കൊടുത്തു, ഇവരകത്ത് കയറ്റി. അകത്തല്ലേ? അപ്പൊ ദീപ തുറന്നിട്ടതായിരിക്കും. ഞാൻ അറിയുന്നില്ല, ഞാൻ ഉറങ്ങുന്നില്ല. കിടക്കുന്ന റൂമിന്റെ വാതില് അകത്തുനിന്ന് കുറ്റിയിടുന്നൊരു പതിവില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കുറ്റിയിട്ടില്ല. അത് ഇളകി കിടക്കുകയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എന്നോടൊന്ന് പോലീസുകാർ അതൊക്കെ നോക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കണ്ടോ അത് കിടക്കുന്നത്? അതായത് ആ ഒരു കുറ്റി, ആ ഒരു ലോക്ക് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായി ഈ സ്ത്രീ മുൻപ് തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടിരുന്നതാണ്. അതെ അത് പുതിയതായിട്ട് വെച്ചതാ. ഒരു കുഴപ്പമില്ല. അവൾ എന്തോ അങ്ങനെ ചെയ്തതാ. അങ്ങനെ പൗഡറും സോപ്പും അടക്കം മോഷണം പോയി. പാത്രം കഴുകുന്ന സോപ്പ് എടുത്തോണ്ട് പോയി. കുളിക്കുന്ന സോപ്പ്, പൗഡർ, സ്പ്രേ, മരുന്ന്, അത് അവൾക്കറിയത്തില്ല. രാത്രി എല്ലാം കൂടെ വലിച്ചു വാരി കൊണ്ടുപോകില്ല. അതിനകത്തൊന്നുമില്ലെന്ന. എൻ്റെ ഒരു നല്ല വസ്ത്രം പോലും ഇല്ല. എല്ലാം അടിച്ചോണ്ട് ഇഷ്ടം പോലെ. അത് അവൻ എന്നെ നെഞ്ചത്തിട്ട് ആ കാലുകൊണ്ട് അമർത്തിയപ്പോഴത്തേക്ക് എൻ്റെ എല്ലാം, ഇത്രയും വണ്ണം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും പ്രായമുള്ളതല്ലേ, തീരെ വയ്യ. സംസാരിക്കാൻ പോലും അവനെൻ്റെ കൊങ്ങായിക്ക് പിടിച്ചിട്ട് എനിക്ക് അനങ്ങാൻ പോലും മേലായിരുന്നു. ഒറ്റയടിക്ക് എൻ്റെ ഇവിടെ പൊട്ടണമെന്നൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാം പൊട്ടി നാശമായി. എന്താണെങ്കിലും ഈ മറ്റു പ്രതികളെ ഉടൻ തന്നെ പോലീസ് പിടികൂടുന്നുള്ള വിശ്വാസത്തിലാണ്. ആണ്. അവർ പിടിക്കും.